യേശുക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, തിരുവന്താഴത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യും. പെസഹാക്കാലം 3-ാമത്തെ ആഴ്ച, ശനിയാഴ്ച. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനായി നൽകുന്ന തിരുവചനം യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 60 മുതൽ 69 വരെയുള്ള തിരുവചനങ്ങളാണ്. നിത്യജീവന്റെ വചസ്സുകൾ എന്ന തലക്കെട്ടോടുകൂടിയാണ് ഈ ഒരു വചനഭാഗം തുടങ്ങുന്നത്. ആത്മാവാണ് ജീവൻ നൽകുന്നത്. എന്നാൽ ഇവിടെ യേശുക്രിസ്തു അതിനെ തുടർന്ന് പറയുന്നു, നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. പിന്നീട് വീണ്ടും പറയുന്നുണ്ട്, പിതാവിൽ നിന്ന് നൽകപ്പെടുന്നവനല്ലാതെ എൻ്റെ അടുക്കലേക്ക് വരാൻ ആർക്കും സാധിക്കുകയില്ല. ഇതിനുശേഷം അവൻ്റെ ശിഷ്യന്മാരിൽ ഏറെ പേർ അവനെ വിട്ടുപോയി എന്ന് പറയപ്പെടുന്നുണ്ട്. നിത്യജീവന്റെ വചസ്സുകൾ കേട്ടപ്പോൾ ആ ഒരു വചനങ്ങൾ കേൾക്കുവാനായിട്ട്, ആ വചനങ്ങൾ കാഠിന്യമേറിയത് ആണ് എന്ന ചിന്തയോടുകൂടി യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഉണ്ടായിരുന്ന പലരും യേശുക്രിസ്തുവിനെ വിട്ടുപോയി എന്നാണ് ഇവിടെ പറഞ്ഞു വയ്ക്കാം. അതിനെ തുടർന്ന് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോടും ചോദിക്കുന്നുണ്ട്, നിങ്ങളും വിട്ടുപോകുവാൻ ആഗ്രഹിക്കുന്നില്ലേ എന്ന് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്. അപ്പോൾ പത്രോസ് മറുപടി പറയുന്നുണ്ട്, നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്, നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്യുന്നു എന്ന് പത്രോസ് പറയുന്നുണ്ട്. പത്രോസിന്റെ ആ വാക്കുകൾ ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ആ ഒരു വാക്കുകൾ ഇന്നത്തെ 1-ാമത്തെ വായനയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ മരണത്തിന് ശേഷം, യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം പത്രോസിന്റെ പല അത്ഭുത പ്രവർത്തനങ്ങളാണ്. യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൽ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പത്രോസ് പല അത്ഭുതങ്ങളും നടത്തുന്നുണ്ട്. 1-ാമത്തെ വായന വായിക്കുമ്പോൾ ഒരു തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നതായിട്ടും ഒരു മരണമടഞ്ഞ ഒരു സ്ത്രീയെ ഉയർപ്പിക്കുന്നതായിട്ടും കാണപ്പെടുന്നുണ്ട്. ഇവിടെയെല്ലാം യേശുക്രിസ്തു ചെയ്ത അതേ അത്ഭുതങ്ങൾ പത്രോസ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്യുകയാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ പറയുന്നതിൽ പത്രോസ് പറഞ്ഞ ആ വാക്കുകൾ, ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുകയും നിന്നെ അറിയുകയും ചെയ്തു, നിന്നിൽ നിന്ന് വന്ന നിത്യജീവന്റെ വചസ്സുകൾ ഞങ്ങൾ സ്വീകരിച്ചു. ആ ഒരു സ്വീകരണം കൊണ്ട് പത്രോസിലൂടെ അത്ഭുതങ്ങൾ പലതും നടക്കുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ നിത്യജീവന്റെ വചസ്സുകൾ, യേശുക്രിസ്തു നമുക്ക് നൽകിയ ആ വചനങ്ങൾ നാം സ്വീകരിക്കുകയാണ് എങ്കിൽ എൻ്റെ ഉള്ളിൽ യേശുക്രിസ്തു വസിക്കുകയും ആ വസിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എനിക്കും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ സാധിക്കുമെന്നാണ് ഇവിടെ നമ്മളോട് ഈ സുവിശേഷകൻ നമ്മളോട് പറഞ്ഞു വയ്ക്കുക. എൻ്റെ ജീവിതത്തിൽ എപ്രകാരം എനിക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വചനം എൻ്റെ ഉള്ളിൽ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ നന്മ പ്രവൃത്തികൾ ചെയ്യുവാനായിട്ട് തുടങ്ങും. എൻ്റെ ജീവിതത്തിൽ നന്മയുടെ വാക്കുകൾ പറയുവാനായിട്ട് തുടങ്ങും. എൻ്റെ ഭവനത്തിൽ സ്നേഹം കൊണ്ടുവരുവാനായിട്ട് നമുക്ക് സാധിക്കും. നിത്യജീവന്റെ വചനം എൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഞാൻ വചനം വായിക്കണം, ക്രിസ്തുനാഥനെ അന്വേഷിക്കണം. അങ്ങനെ അന്വേഷിച്ച് എൻ്റെ ജീവിതത്തിലെ വചനം സ്വീകരിച്ച് അത് എൻ്റെ ഭവനത്തിൽ ആദ്യം വിതയ്ക്കണം. ഭവനത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ പത്രോസിലൂടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പത്രോസ് അത്ഭുതം പ്രവർത്തിച്ചതുപോലെ നമുക്കും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും. എൻ്റെ ഭവനത്തിലെ അനുഗ്രഹങ്ങൾ കണ്ടുകൊണ്ടും എൻ്റെ ഭവനത്തിലൂടെ അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാനും നമുക്ക് സാധിക്കും. നിത്യജീവന്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ അത് കാഠിന്യമേറിയതായിട്ട് തോന്നുമെങ്കിലും ഇവിടെ ശിഷ്യന്മാർക്കുണ്ടായ അതേ അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. അതിനു വേണ്ടിയിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് വചനം വായിക്കാം, വചനം ശ്രവിക്കാം, വചനം പങ്കുവയ്ക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.